ഞാൻ വന്നിരിക്കുന്നത് ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു 10-15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. ഞാൻ ഇവിടെ കുറച്ച് ബദാം അതുപോലെ കുറച്ച് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് ആ നട്ട്സ് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ നട്ട്സും വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ബദാമും അതുപോലെ തന്നെ പകുതിയിൽ കാഷ്യൂ ആണ് വെക്കുന്നത്. ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 സ്ലൈസ് ബ്രെഡ് വേണം. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് 1 സെക്കൻഡ് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഗോതമ്പ് മാവ് എടുക്കുക. 3 ടേബിൾ സ്പൂൺ കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് ഹാർഡല്ലാത്ത ഈന്തപ്പഴം നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം. അപ്പോൾ എനിക്കിപ്പം ഈ ഒരു ടൈപ്പാണ് കിട്ടിയത്, അതുകൊണ്ടാണ് അത് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവ് നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കില്ലേ, അതേ ഒരു പരുവത്തിൽ മാവ് തയ്യാറാക്കിയെടുക്കുക. വെള്ളം ഒന്നിച്ചെല്ലാം കൂടി ഒഴിക്കുകയാണെങ്കിൽ ലൂസായി പോകും. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മതിയാകും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇതിൽ ഓരോന്നും ഇട്ടതിന് ശേഷം മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലോട്ടിട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതനുസരിച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ വലത് കൈ കൊണ്ടാണ് ഡിപ്പ് ചെയ്തതെങ്കിൽ നമുക്കിനി ഇടത് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് സെറ്റാക്കി എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി. ഇത് ഓരോന്നും ഇനി നമുക്ക് ഈന്തപ്പഴം ഓരോന്നും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിന്നെയും എടുത്ത് കഴിക്കും. അവർക്ക് നല്ലോണം ഇഷ്ടമാകും. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റും അതുപോലും വേണ്ട. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന സ്നാക്കാണിത്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു കണ്ടില്ലേ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, എന്ത് ക്രിസ്പി ആയിട്ടാണുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും.
ബാക്കിയുള്ളത് കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയും അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.